നമസ്കാരം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബഹുമാന്യരെ, ഞാൻ ഇതിനകത്ത് വരുന്നത് നമ്മുടെ കണ്ണമ്പാറ പാറക്വാറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അടുത്ത ഒരാഴ്ചയ്ക്ക് മുമ്പ് മുതൽ തുടങ്ങിയ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഇതിനു മുമ്പിട്ട് തന്നെ പാറ കയറ്റിയ വണ്ടികൾ, അമിത ഭാരം കയറ്റിയ വണ്ടികൾ പോകുന്നു എന്നുള്ള രീതിയിൽ അവിടുത്തെ പൗരസമിതി അടക്കം അവിടുത്തെ 2 ജനപ്രതിനിധികൾ, ഷംന നിസാമും ആ കൺസെൻറ്റ് വാർഡ് മെമ്പർ ഷംന നിസാമും അതുപോലെ തൊട്ടടുത്ത വാർഡ് മെമ്പറും പഞ്ചായത്തിൽ പരാതി തരികയും അതുപോലെ അവിടുത്തെ പൗരസമിതിയും പരാതി തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അത് പരിശോധിക്കുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ഞാനും അതുപോലെ വൈസ് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികളും സെക്രട്ടറി ഉൾപ്പെടെ ആ ഭാഗം സന്ദർശിക്കുകയും അത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അമിതഭാരം കയറ്റിയ വാഹനം ആ റോഡുകളിലൂടെ പോവുകയും റോഡ് ഒരുപക്ഷെ ബലക്ഷയം തന്നെ, അവിടുത്തെ പാലത്തിനുൾപ്പെടെ ബലക്ഷയം തന്നെ വരത്തക്ക രീതിയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇതൊരു പ്രാദേശിക വിഷയവും അതുപോലെ അവിടുത്തെ ഒട്ടനവധി ആൾക്കാർ, പഞ്ചായത്തിൻ്റെ അധികാരികൾ അവിടെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ വരികയും ഞങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം, ഒരു പൊതു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോർഡ്, പഞ്ചായത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ഇന്നലെ 9-ാം തീയതി ആയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി. അപ്പോൾ ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അജണ്ടയ്ക്കകത്ത് ഈ വിഷയം ഞങ്ങൾ ഉൾപ്പെടുത്തുകയും കമ്മിറ്റിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. എല്ലാ മെമ്പർമാരും ചർച്ചയിൽ പങ്കെടുത്തു. എല്ലാ ചർച്ചയും ഈ അവിടുത്തെ പ്രദേശവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ചർച്ചകളായിരുന്നു. ആരും തന്നെ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയില്ല. പിന്നെ കുറച്ച് ഒന്നുകൂടി മനസ്സിലാക്കണം. കാര്യം ഇതിൻ്റെ മറ്റ് നടപടികൾ, നമ്മളൊരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം എടുത്തപ്പോൾ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പം ഇതിൻ്റെ കുറേ കൂടി സാങ്കേതികത്വം കൂടി മനസ്സിലാക്കണം. നമുക്ക് ഇതിനെതിരെ നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭരണസമിതിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടതിൻ്റെ സാങ്കേതികത്വം ആണ് കുറേ അവിടെ ചർച്ച ചെയ്തത്. അല്ലാതെ അവിടെ ബോർഡ് വെക്കണ്ട എന്ന് ഒരു ജനപ്രതിനിധികളും ചർച്ച ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ എല്ലാ ജനപ്രതിനിധികൾക്കും ചെയ്യാം. 14 പേരും ചർച്ച ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 15 പേരും അതിനകത്ത് പങ്കെടുത്തു. അവസാനം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം എന്ന നിലയ്ക്ക് അവിടെ ബോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ താമസിക്കാതെ തന്നെ അവിടെ പഞ്ചായത്തിൻ്റെ ഒരു ബോർഡ്, മുന്നറിയിപ്പ് ബോർഡ്, 10 ടണ്ണിലധികം ഭാരം കയറ്റിയ വാഹനം പഞ്ചായത്തിൻ്റെ റോഡ് വഴി കടന്നു പോകാൻ പാടില്ല എന്നുള്ള ഒരു സൈൻ ബോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠേന ഇന്നലെ തീരുമാനിച്ചു. സാക്ഷി TV